ഇവിടെയൊക്കെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ബിജെപിക്ക് അനുകൂലപ്രദമാകുമോ എന്നുള്ള ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാതിരിക്കുമ്പോൾ അവർ നഷ്ടം സംഭവിക്കുന്നത് കേരളത്തിനകത്ത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അടങ്ങുന്ന പൊതുസമൂഹത്തിന്റെ പ്രയാസമാണ്. ഇടതുപക്ഷത്തിന്റെ പഴയ നയമായിരുന്നെങ്കിൽ 30 കൊല്ലം തലമുറ നശിച്ചേനെ. ഇപ്പൊ 2 കൊല്ലം കൊണ്ട് തിരുത്തി എന്നതുകൊണ്ട് 2 കൊല്ലത്തിന്റെ പ്രയാസം ഉണ്ടായിട്ടുള്ളൂ. ഇനി ഒരു സമരം തുടങ്ങും. കേന്ദ്ര ഫണ്ട് തരുന്നില്ല എന്ന് സമരം ചെയ്യുന്നത്. വിദ്യാഭ്യാസ നയം പല കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും സംസ്ഥാനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ചിട്ടില്ല. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ഇവിടെ നോക്കൂ, 1966 NEP അനുസരിച്ച് ത്രിഭാഷാ നയം അത് സജസ്റ്റ് ചെയ്തതാണ്. തമിഴ്നാട് സ്വീകരിച്ചിട്ടില്ല. നമ്മൾ ഈ സംസാരിക്കുന്ന വേളയിൽ പോലും തമിഴ്നാട് ത്രിഭാഷാ നയം സ്വീകരിച്ചിട്ടില്ല. അവിടെ ദ്വിഭാഷാ നയമാണ്. അവിടെ ഇംഗ്ലീഷും തമിഴും മാത്രമേ ഉള്ളൂ. പ്രശ്നം നിനക്കിപ്പോ പ്രശ്നം എന്താണ്? ഇവിടെ ഈ 2020 NEP-യിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള സംസ്ഥാനങ്ങൾ അത് സ്വീകരിക്കാതിരിക്കുമ്പോൾ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ ഫണ്ടുകളും തടഞ്ഞു വെച്ച് സാമ്പത്തികമായി ഉപരോധിച്ച് ഈ സംസ്ഥാനങ്ങളെ ഞെരുക്കുക എന്ന് പറയുന്നത് എന്ത് തരം രാഷ്ട്രീയമാണ്? പരമശിവം സ്പിരിറ്റ് എടുത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇതുപോലെ പല വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. വിദ്യാലയങ്ങളിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പഠന ശൈലികളിൽ മാറ്റം വരുന്നത് കൊണ്ട് അത് കുട്ടികൾക്ക് ഗുണകരമാണ് എങ്കിൽ എന്തിനാണ് ഒരു സർക്കാർ ആ കുട്ടികളുടെ അവകാശത്തെ ചോദ്യം ചെയ്യുന്നത്? എന്തിനാണ് ആ സർക്കാർ കുട്ടികളുടെ അവകാശത്തെ 2 വർഷത്തോളമായിട്ടും മാറ്റിവെച്ചത്? അത് നല്ലതാ. പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ, ഇല്ലടാ. ഈ എംബാർഗോ എന്തിനാണ് കേരളം പോലൊരു സംസ്ഥാനത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അവനെ ഗ്രൗണ്ടിലേക്ക് ഇറക്കിയേക്കാം. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ അഭിലാഷ് ഓർമ്മയുണ്ടല്ലോ. PM ആവാസ് യോജന ലൈഫ് മിഷനായി മാറിയില്ലേ? MGNREA അയ്യങ്കാളി പദ്ധതിയായി മാറിയില്ലേ? സ്വച്ഛ് ഭാരത് മിഷൻ ശുചിത്വ മിഷനാക്കി ഇവിടെ കൊണ്ടുവന്നില്ലേ? PM കൃഷി സഞ്ജയ് യോജന KM മാണി മൈക്രോ പദ്ധതിയായി വന്നില്ലേ? ആയുഷ്മാൻ ഭാരത് കാരുണ്യ പദ്ധതിയായില്ലേ? NHRM ആർദ്രം പദ്ധതിയായി വന്നില്ലേ? PM ഉജ്ജ്വല യോജന ഫിലമെന്റ് രഹിത കേരളമായി വന്നില്ലേ? PM ഗരീബ് കല്യാൺ യോജന സൗജന്യ റേഷൻ പദ്ധതിയായി വന്നില്ലേ? PM മാതൃവന്ദന യോജന മെറ്റേണിറ്റി ബെനിഫിറ്റ് സ്കീമായി വന്നില്ലേ? അടൽ മിഷൻ ഫോർ റിജനുവേഷൻ അർബൻ ട്രാൻസ്ഫോർമേഷൻ അമൃത കേരളമായി വന്നില്ലേ? PM സുകന്യ സമൃദ്ധി യോജന വാത്സല്യ നിധി പദ്ധതിയായി വന്നില്ലേ? തട്ടിപ്പാണല്ലേ? അപ്പൊ ഇവിടെയൊക്കെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കേരളം പേരുമാറ്റിക്കൊണ്ട് കേരളം പൊതു മോദിയുടെ പദ്ധതി മോദിയാണോ പ്രശ്നം ചോദിച്ചാൽ 40% കേരളത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഷെയറാണ്. അവിടെയാണ് PM-ന്റെ ലോഗോയും മറ്റു കാര്യങ്ങളും വേണ്ടി വരുന്നത്. PM-ന്റെ ഞാൻ പറയുന്നത് നരേന്ദ്രമോദിയുടെ പടം എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. എന്തിനാണ് ഇവർ പൈസ നഷ്ടപ്പെടുന്നത്? ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പദ്ധതികൾ എന്തടിസ്ഥാനത്തിലാണ് അവർ മാറ്റിവെച്ചത്? അഭിലാഷിന്റെയും ഉല്ലാസ് ബാബുവിന്റെയും ജിൻഡോ ജോണിന്റെയും അമൃത് ജി കുമാർജിയുടെയും അതുപോലെ തന്നെ BN ഹസ്കറുടെയും അച്ഛനും അമ്മയ്ക്കും 70 വയസ്സ് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ കിട്ടുന്ന ഇൻഷുറൻസ് പദ്ധതിയെ എന്തടിസ്ഥാനത്തിലാണ് നേരം വൈകി ഇവിടെ നടപ്പിലാക്കിയത്? ഓട്ടോറിക്ഷക്കാർക്ക് കിട്ടുന്ന ESI പദ്ധതിയുടെ ഭാഗമായി റിക്ഷാവാല പദ്ധതി കൊണ്ടുവന്ന സമയത്ത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ മുടക്കി വെച്ചത്? ഇവിടെയൊക്കെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ബിജെപിക്ക് അനുകൂലപ്രദമാകുമോ എന്നുള്ള ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാതിരിക്കുമ്പോൾ അവർ നഷ്ടം സംഭവിക്കുന്നത് കേരളത്തിനകത്ത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അടങ്ങുന്ന പൊതുസമൂഹത്തിന്റെ പ്രയാസമാണ്. അതും ശരിയാണല്ലോ. വീണ്ടും എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചോ? ആ പ്രയാസത്തെ കാണാൻ കേരള സർക്കാരിന് കഴിയണ്ടേ? ഞാൻ ചോദിക്കട്ടെ, കേരള സർക്കാർ ഒരു തീരുമാനമെടുത്താൽ കേരളത്തിനകത്തെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഭരിക്കുന്നതോ BJP ഭരിക്കുന്നതായിട്ടുള്ള പഞ്ചായത്തുകൾ അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം അത് അംഗീകരിക്കാതിരുന്നാൽ ആ കാശ് ഈ സംസ്ഥാന സർക്കാർ പാസ്സാക്കി കൊടുക്കുമോ? ഇല്ല, അതിൽ അപ്സായി പോകുന്നില്ലല്ലോ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അപ്പൊ ഇത് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന സമയത്ത് ഇവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വളർന്നു വരുന്ന കുട്ടികളുടെ സൗകര്യങ്ങളെ അവർക്ക് ലഭിക്കുന്ന ഗുണങ്ങളെ ഇവരെ തടഞ്ഞു വെക്കാൻ ശിവൻകുട്ടിക്ക് എന്ത് അധികാരം? അധികാരമില്ല. അവരുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യാൻ ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനത്തെ അധികാരം. പകരം അവർക്ക് അർഹതപ്പെട്ട അവർക്ക് അവകാശപ്പെട്ട ഒരു സർക്കാർ കൊടുക്കുന്ന അവകാശങ്ങളെ അവരുടെ സൗകര്യങ്ങളെ അവരിലേക്ക് കൃത്യമായി എത്തിക്കാൻ പ്രാപ്തിയുള്ള സർക്കാരിന്റെ ഭാഗമായി നിൽക്കേണ്ടവർ ആ പ്രാപ്തി കാണിക്കാതെ വരുന്നിടത്താണ് അവനെ കണ്ടാ പറഞ്ഞേരെ ഞാൻ അവനെ കണ്ടാ എടുത്ത് കോണ കൊടുക്കുന്നു. ഈ PM ശ്രീയുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഓരോ സംസ്ഥാനത്തിനും അവകാശപ്പെട്ട വിദ്യാഭ്യാസ വിഹിതം നിങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. PM ശ്രീ എടുക്കുന്നില്ലെങ്കിൽ PM ശ്രീക്ക് കൊടുക്കണ്ട. ബാക്കി പൈസ എവിടെ? എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീയാളിക്കത്തും. അത് രക്ഷിതാവും കൂടിയാണ്. BJP എന്നുള്ള ഒപ്പം തന്നെ രക്ഷിതാവും കൂടിയാണ്. ഞാനൊരു കാര്യം കൃത്യമായിട്ട് ഒരു പൊതുസമൂഹത്തിന്റെ വ്യക്തി എന്ന രീതിയിൽ ഞാൻ പറയട്ടെ അഭിലാഷ്, നമ്മളൊരു നല്ലൊരു കാര്യം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ഒരു തീരുമാനം ഒരു കേന്ദ്ര സർക്കാർ എടുത്താൽ ആ സർക്കാരിന്റെ രാഷ്ട്രീയമോ രാഷ്ട്രീയത്തിന്റെ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്ന കൊടിയുടെ നിറമോ അല്ല ഞാൻ നോക്കുക.
പകരം എൻ്റെ സമൂഹത്തിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മക്കൾക്ക് അടങ്ങുന്ന പൊതുസമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങൾ അടങ്ങുന്നതാണ് എങ്കിൽ അതിനെ പരിപൂർണമായി അംഗീകരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ തന്നെയാണ് വീണ്ടും കൊളാബറേറ്റ് ഇതിനകത്ത് രാഷ്ട്രീയം ഗവർണറുടെ കൂടെ പുട്ടുമ്പഴും കഴിച്ചു എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത്. അതല്ല പ്രശ്നമായിട്ട് ഉന്നയിക്കേണ്ടത്. ഇവിടെ എന്താ പ്രശ്നമുള്ളത്? ഒരു NEP കൊണ്ടുവന്നു. SSAയും അതേപോലെ തന്നെ PM ശ്രീ പദ്ധതിയും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് പ്രധാന ഘടകങ്ങൾ തന്നെയാണ്. ആ MOU സൈൻ ചെയ്താൽ തന്നെയാണ് പൈസ കിട്ടുള്ളൂ, ഒരു സംശയവും വേണ്ട. ഇവർ 2 വർഷക്കാലം കേരളത്തിലെ കുട്ടികളോട് കാണിച്ചത് നീതികേടാണ്, കേരളത്തിലെ പൊതുസമൂഹത്തിനോട് കാണിച്ചതും നീതികേടാണ്. പിന്നെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ സർക്കാർ ഉച്ചഭക്ഷണത്തിന്റെ കാര്യത്തിൽ അഭിലാഷം നമുക്ക് അറിഞ്ഞൂടെ? ഉച്ചഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്ത് അടിസ്ഥാനത്തിൽ അവർ മാറ്റിവെച്ചത്? ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിൽ? വെറുതെ കൊടി, പ്രത്യയശാസ്ത്രം, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭരണം, അധികാരം, ഇതെല്ലാത്തിന്റെ പുറകിലൂടെ അവർ ആവശ്യം. ആ ആവശ്യം വിട്ടിട്ട് കുട്ടികൾക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ ശിവൻകുട്ടി ഇന്നെടുത്ത തീരുമാനം 2 കൊല്ലം മുമ്പ് എടുക്കേണ്ടതായിരുന്നു. ഞാൻ പോയിക്കോട്ടെ. ഇടതുപക്ഷത്തിന്റെ പഴയ നയമായിരുന്നെങ്കിൽ 30 കൊല്ലം തലമുറ നശിച്ചേനെ. ഇപ്പൊ 2 കൊല്ലം കൊണ്ട് തിരുത്തി എന്നതുകൊണ്ട് 2 കൊല്ലത്തിന്റെ പ്രയാസം ഉണ്ടായിട്ടുള്ളൂ. ഇനി കള്ളപ്പന്നി. പിന്നെ ഇവർ സമരം തുടങ്ങും. കേന്ദ്ര ഫണ്ട് തരുന്നില്ല, കേന്ദ്ര ഫണ്ട് തരുന്നില്ല എന്ന് സമരം ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിട്ടുണ്ട്.